ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അറിവ് മന്ത്രം 10. അറിയുന്നീലെന്നൊന്നീ അറിയപ്പെടുമെന്നതുണ്ടു പോയിടും. അറിവിലിതേതറിയുന്നീലറിവെന്നാലെങ്ങു നിന്നു വന്നിടും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. അറിവ് മന്ത്രം 10 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു: അറിവല്ലാത്ത വിഷയത്തെ അറിവ് പോയി അറിയുന്നില്ല. ഈ പരമാർത്ഥം വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് സത്യം ഒന്നാണെന്നതും വെളിവായി തീരുന്നത്. ഈ 2 വെളിപ്പെടലുകളും രണ്ടല്ല, ഒന്നു തന്നെയാണ്. ഈ വെളിവ് ഉണ്ടാകുമ്പോഴാകട്ടെ അറിവിൽ നിന്ന് വേറിട്ടുള്ളത് എന്ന തരത്തിൽ നാം കരുതിയിരുന്ന വിഷയത്തെ പരമാർത്ഥത്തിൽ ഉണ്മയുള്ളതും ഏകവുമായ അറിവ് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കും. പാരമാർത്ഥികവും ഏകവുമായ അറിവിൽ ഏതെങ്കിലും പ്രത്യേക രൂപത്തിലുള്ള അറിവിന് രൂപം കൊള്ളാൻ സാധിക്കാത്തതായിട്ടുണ്ടോ? ഇല്ല. ആ സ്ഥിതിക്ക് ഓരോ പ്രത്യേക അറിവും ഉണ്ടായി വരുന്നത് എവിടെ നിന്നാണ്? മറ്റെവിടെയെങ്കിലും നിന്നാണോ? അല്ല, ഒരേ അറിവിന്റെ ഉണ്മയിൽ തന്നെയാണ് എല്ലാ വിശേഷജ്ഞാനങ്ങളും രൂപം കൊള്ളുന്നത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.